എൻ്റെ പേര് ജോസെന്ന്. ഒന്നും പറയണ്ട, ആകെ പെട്ടെടുക്കുക. ഞാൻ റേഷൻ കടയിലേക്ക് പോകാൻ വേണ്ടി ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. എൻ്റെ ചെറുപ്പം മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത്, പേര് മത്തായി. പുള്ളീനെ ആദ്യമായിട്ട് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പുള്ളി ആകെപ്പാടെ നരച്ച് കുറച്ച് വാവലി അപ്യമാരിയായി ഇരിക്കുന്ന ആള്, ആകെ പ്രശ്നമായിട്ടിരിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയിടാൻ നിനക്കെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു. അപ്പം ഞങ്ങൾ തമ്മിൽ പഴയ കാലം മുതൽ ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ. ഇവൻ എന്നോട് പറഞ്ഞു, എടാ എൻ്റെ കാര്യം വിട്, നീ ഏതായാലും പ്രായമായാലും നീ ഇപ്പോഴും അമിതാഭ് ബച്ചൻ തന്നെയാന്ന്. ഞാനിത് കേട്ടിട്ട് കോരിത്തെരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്ന് ഇവൻ വന്ന കാര്യം എന്നോട് പറയാണ്, എടാ എൻ്റെ മോളുടെ കല്യാണമാണ്, നീ എന്നെ ക്ഷണിക്കാൻ വന്നതാണ്, നമുക്കൊന്ന് കൂടണമെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, നമുക്ക് കൂടാടാന്ന് പറഞ്ഞു. ഒരുപാട് നാളായില്ലേ കൂടിയിട്ട്, നമുക്ക് കൂടാന്ന് പറഞ്ഞു. അവൻ്റെ പേർക്ക് ഒരു കുപ്പി പൊട്ടിച്ചു വെച്ചു. ഞങ്ങളത് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്നടിച്ച് അത് മുഴുവനാൾ തീർത്തു. ഒരു കുപ്പി അടിച്ച് തീർത്താനുള്ള ഗതികേട് എന്തെന്ന് അറിയാവോ? രണ്ടുപേര് കൂടിയിട്ട് ഞങ്ങൾ പിന്നെ കെട്ടിപ്പിടുത്തവും കരച്ചിലും പിഴിച്ചിലൊക്കെ ആയി അവിടെ അങ്ങോട്ട് മറിഞ്ഞു വീണു. പിന്നെ ഒരു ഓർമ്മയില്ല, വെള്ളിയാഴ്ചയില്ല, ഒന്നുമില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ ഈ മത്തായിയുടെ പേർക്ക് എൻ്റെ മുഖത്തൊരു 5-6 നക്ക്. പക്ഷെ എന്തൊരു കഷ്ടം നോക്കി. ഞാൻ ചാടി അണിച്ചു വെച്ചാൽ, എന്താണ് മത്തായി ഇത്, കള്ളു കുടിച്ച എങ്ങനെയാ എൻ്റെ മുഖത്തെടുത്ത് നക്കണേ നീ? മത്തായി ഒന്ന് നോക്കിയപ്പോൾ ഒന്നും അറിയണില്ല. മത്തായി ഉറക്കണിച്ചിട്ടില്ല. ഞാൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ മത്തായി അല്ല, പട്ടിയാ നക്കിയേ. എൻ്റെ ഇറച്ചിയും എൻ്റെ പൊറോട്ടയും തിന്നിട്ട് ആ പട്ടി എൻ്റെ കീറി നക്കാൻ വന്ന് പോ പട്ടി എന്ന് പറഞ്ഞിട്ടൊരു തൊഴിയും കൊടുത്തു. പട്ടിയുടെ വഴിക്ക് പോയി. ഞാൻ എന്നിട്ട് മത്തായിനെ വിളിച്ചു, എടാ മത്തായി എണിക്കടാ വന്ന്. മത്തായി ചാടി എണിച്ചു. എടാ നീ വീട്ടിൽ പോകാൻ നോക്കൂ, ഒരുപാട് നേരമായി, നിനക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. മത്തായി വേഗം മത്തായിയുടെ കിറ്റ് എടുത്തിട്ട് മത്തായി വീട്ടിൽ പോയി. ഞാൻ എൻ്റെ ഈ കിറ്റുമായിട്ട് നേരെ റേഷൻ കടയിലും ചെന്നു. റേഷൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ റേഷൻ കാർഡ് എടുത്ത് കടയിൽ കൊടുക്കാൻ നേരത്തെ നോക്കിയപ്പോൾ എൻ്റെ റേഷൻ കാർഡ് മത്തായിയുടെ അവൻ്റെ കിറ്റിലായിപ്പോയി. അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പോയി. എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പെണ്ണുമുള്ള ഇനി അരിയില്ലാണ്ട് അങ്ങോട്ട് ചെന്നാ അവളെന്നെ കുടുംബത്തിൽ കയറ്റിയുള്ള ഒടുക്കത്തെ തെറി. അവളാണ് അയൽക്കത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ തെറിയുടെ ക്ലാസ് എടുക്കുന്നത്. ദേ പറഞ്ഞ നാവ് കിട്ടില്ല, അവള് തന്നെ. ഹലോ, ആ ഓ എടി നീ മിനിഞ്ഞാന്ന് പറഞ്ഞ തെറിയല്ലേ അത്? അതൊന്ന് മാറ്റി പറയൂ. ഏത് കരയൂ അതേ തെറി തന്നെ പറയല്ലേ. എടി ഞാൻ റേഷൻ കടയിൽ പോയിട്ട് കാർഡ് അവിടെ കാണിച്ചു. ആ മെഷീനിൽ വെച്ച് കൈ രേഖ നോക്കി, കൈയടയാളം എടിയത് നേരെ ഡൽഹിയിലേക്കാണ് പോണത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലായി ഈ കൈരേഖ പോണത്. പ്രധാനമന്ത്രി ചെക്ക് ചെയ്യും. പ്രധാനമന്ത്രി ഇത് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ അടയാളത്തിൽ ഒരു വര കുറഞ്ഞു പോയാണ്ടല്ലോ വിരലില്, പിന്നെ റേഷനും കിട്ടൂല, ഒരു ഭണ്ഡാരം കിട്ടൂല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എടി പ്രധാനമന്ത്രി എന്നെ വിളിക്കടി. പ്രധാനമന്ത്രി എന്നെ വിളിച്ചത്, അരേ ജോസ് ഭായ് തുമാരാ വിരലടയാളം ഹോ, മേരാ വിരലടയാളം ഹേ, സെയിം ഹേ. നിനക്കൊല്ലും മനസ്സിലായോ? എടി പ്രധാനമന്ത്രിയുടെ വിരലടയാളവും എൻ്റെ വിരലടയാളവും ഒന്നാന്ന്. പ്രധാനമന്ത്രിക്ക് എന്ത് സന്തോഷമായിന്നറിയാവോ? എന്തൊരു ചിരിയാ പ്രധാനമന്ത്രി ചിരിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് പ്രധാനമന്ത്രി ഹിന്ദിയിലാ ചിരിക്കണെന്ന്. ഞാൻ മലയാളത്തിൽ ഇവിടുന്ന് ചിരിച്ചാട് കൊടുത്തു. പ്രധാനമന്ത്രി പിന്നെ പറയാണ്, ആക്കേക പ്രധാനമന്ത്രി ഇന്ന് ഇവിടെ വരൂന്ന്. എടി ഞാൻ പറയുന്നത് നുണയല്ല, നേരാണ്. അതേന്ന് പ്രധാനമന്ത്രി ഇന്ന് വരും. പ്രധാനമന്ത്രി വരുമ്പോ എന്നെ കാണാന്നാ പറഞ്ഞേക്കണേ. ദേ വിമാനത്തിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നാ, ഓക്കെ. എൻ്റെ ദൈവമേ, ഇവളുടെ അടുത്ത് നുണ പറഞ്ഞ് അങ്ങോട്ട് ബോധ്യപ്പെടുത്താൻ എന്തൊരു പാടാന്നറിയാവോ. ഇന്ന് ചെന്ന് കഴിഞ്ഞാ അവൾ എന്നെ വെട്ടി നുറുക്കി പാത്രത്തിലാക്കി ചാരായം മാറ്റുള്ളൂ. ഞാനത് കാരണം ഇന്ന് അങ്ങോട്ട് പോണേയില്ല. ഞാൻ മത്തായിയുടെ വീട്ടിൽ പോകും. അപ്പോൾ മത്തായി ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ മോളുടെ കല്യാണം, അത് നിങ്ങളെ 3 പേരെയും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വരുന്ന 27-ാം തീയതി 10:30, അതായത് നമ്മുടെ ഈ ഇടവപ്പള്ളിയിൽ വെച്ച് കെട്ട്, അതിനുശേഷം പാർട്ടി. അപ്പം നിങ്ങൾ 3 പേരും വരണം. കാർഡ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ വരുമ്പോൾ ഡിങ്കോൾഫി വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ എത്തി.
ഞങ്ങൾ പൂർവികന്മാരായിട്ട് ഈ ടെൻഷനുള്ളതാ. ആണോ? ഫാമിലി ടെൻഷൻ അല്ലേ? അല്ലല്ല, സത്യം. ടെൻഷൻ എന്തിനാ? എന്തിനാന്ന് ചോദിച്ചപ്പോ അല്ല, ഇവിടെ വന്നതിന്റെ ടെൻഷനാണോ? ഇല്ലല്ല, ഒന്നുമില്ല. അല്ലാതെയുള്ള എന്താണ് നമുക്കറിയാം, അത് സ്വാഭാവികമായിട്ട് വരണത്. നമ്മൾ എത്ര നിയന്ത്രിച്ചാലും പക്ഷെ നാടകങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെയൊന്നും. പക്ഷെ കുറെ കാലങ്ങളായില്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ പെർഫോം ചെയ്ത സമയത്ത് അങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ല. ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? മനസ്സ് നിറഞ്ഞ് സന്തോഷമായില്ലേ ഈ വേദിയിൽ പെർഫോം? തീർച്ചയായിട്ടും. ഇതിൽ കൂടുതൽ വലിയൊരു സന്തോഷം എന്താ പിന്നെ ഉള്ളൂ. ഇപ്പൊ ഏതായാലും ഇന്ന് വന്ന് ചെയ്തതിന്റെ സന്തോഷമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. ഇനിയും വരണം. തീർച്ചയായിട്ടും ക്ഷമിക്കും. ഇനിയും വന്ന് ഞാനിത് നേരത്തെ ആരംഭിച്ച സമയത്ത് എൻ്റെ പെങ്ങളൊരു ആള് പൂനായിലുണ്ട്. അപ്പൊ അവള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടന് ഇത് പരിപാടിക്ക് നടങ്ങളിൽ ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്, ഒന്ന് കൊടുത്തു നോക്കാൻ വളർന്നു ചോദിച്ചു. അപ്പൊ കൊടുക്കാനെന്ന് പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഇപ്പൊ ഇത് തന്നെ എൻ്റെ മകളുടെ മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് അവള് ഷൂട്ട് ചെയ്ത്, സത്യം അവള് ഷൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ അവള് പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ഇവിടുന്ന് വീണ്ടും വിളിക്കുന്നത്. കലയുമായിട്ട് വളരെയധികം എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഈ പ്രായത്തിൽ ഈ പറഞ്ഞ മാതിരി എന്നെ തിരഞ്ഞെടുത്തത്. ആഗ്രഹം സാധിച്ചു. തീർച്ചയായിട്ടും.